പഴയ ജയറാമുമായിട്ട് പുതിയ ജയറാമെങ്കിലും കിട്ടുമായിരുന്നെങ്കിലും നമുക്കൊരു സിനിമ എടുക്കണം, ഫീൽഡ് ഔട്ട് ആയ ജയറാമിനെ വിളിക്കണം, അഭിനയിപ്പിക്കണം, എന്നിട്ട് പൊട്ടണം, പ്രൊഡ്യൂസർ തെണ്ടണം, എനിക്ക് പ്രൊമോഷൻ എടുക്കണം. ഇങ്ങനെ ഒരു അളവിലായിരുന്നു നമ്മുടെ ഈ പടമൊക്കെ പോയത്. ഈ എല്ലാവരും പറയുന്ന കേട്ട് ഞാൻ പടം കാണാൻ പോയതാ. എന്തോ വലിയ ഒരു സംഭവമാണെന്നും പഴയ ജയറാമിനെ തിരിച്ചു കിട്ടിയെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ പഴയ ജയറാമുമായിട്ട് പുതിയ ജയറാമെങ്കിലും കിട്ടുമായിരുന്നെങ്കിലും. കാളിദാസ് ജയറാം ഈ പാവക്കഥ എന്ന സിനിമയ്ക്കകത്ത് നല്ല അഭിനയമൊക്കെ കാഴ്ചവെച്ചുവെങ്കിലും ഈ പടത്തിൽ വന്നിട്ട് ആ ഒരു മോഡുലേഷനും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ടുള്ളൂ. എന്താ ആ ഒരു സംഭവമൊക്കെയാണ് പുള്ളിയുടെ ലൈനിൽ പോകുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ അകത്ത് ഇഷ്ടപ്പെട്ടത് ആശാശരത്തിന്റെ കഥാപാത്രവും ആശാശരത്തിന്റെ അഭിനയവും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. 100% നീതി പുലർത്തി ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ഒരു പഴയ സത്യനന്ദിക്കാട് പടം പോലെയാണ് എന്നൊക്കെ. പക്ഷെ ഇതിന്റെ ഒരു വശത്ത് പോലും വന്നിട്ടില്ല സത്യനന്ദിക്കാടിന്റെയൊക്കെ. ചുമ്മാ എന്തിനാളിയാ സത്യനന്ദിക്കാടിന്റെ പേരൊക്കെ ഇതിന്റെ അകത്ത് വലിച്ചഴക്കുന്നത്? ഇത് പുതിയ ആളുടെ പുതിയൊരു പടം, ജയറാമിന്റെ പുതിയൊരു വേർഷൻ. ഇതെന്തോ വലിയ കഥയുണ്ട്, എല്ലാവരും പോയി കാണണം എന്നൊന്നും പറയാൻ ഒരു സംഭവമില്ല. കാരണം ഈ ഒരു പടം ഫാമിലി ഓഡിയൻസിന് പോയി കാണാം. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അശ്ലീലമില്ല, മോശമായ വാക്കുകൾ പറയുന്നില്ല. അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടനിലക്കാർക്കും എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടം. അതിനെ അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതിന്റെ അകത്ത് കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ കുടുംബപരമായി ഒന്ന് ഒത്തുകൂടി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ തന്നെ നമുക്ക് ചെലവാക്കാം. വേറെ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെയല്ലേ. അത്രയൊക്കെ പറയാനുള്ളൂ. അതല്ലാതെ യൂട്യൂബർമാരും റിവ്യൂവർമാരും ഒക്കെ തള്ളി പറയുന്ന പോലെ വലിയൊരു സംഭവമൊന്നുമല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഫാമിലി ഓഡിയൻസിനോടാണ്. നിങ്ങൾക്ക് 100% കയറി കാണാം. കാരണം ഇതിന്റെ അകത്ത് വേറെ വൃത്തികേടോ കാര്യങ്ങളൊന്നുമില്ല. പിള്ളേരെയൊക്കെ ആയിട്ട് 100% കയറി കാണാൻ പറ്റുന്നൊരു പടം. പിന്നെ ജയറാമിന്റെ കുറച്ച് നമ്മളെല്ലാവരും കണ്ടുവരുന്ന കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾ ഇതിന്റെ അകത്തും വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കലും ഞാൻ പറയുന്നില്ല സത്യനന്ദിക്കാടിന്റെ പടം പ്രതീക്ഷിച്ച് ഒരിക്കലും പോവരുത്. സത്യനന്ദിക്കാടൊക്കെ ലെജൻഡാണ്. അവരൊക്കെ എടുത്തു വെച്ചേക്കുന്നത് അതേപടി തന്നെ അവിടെ ഇരുന്നോട്ടെ. അതുപോലൊരാളെ ഇങ്ങോട്ട് കിട്ടണ്ട, അതുപോലൊരു പടം ഇങ്ങോട്ടും എടുക്കണ്ട. നിങ്ങൾ പുതിയ ആൾക്കാര് പുതിയ രീതിക്ക് ജയറാമിനെ വെച്ച് പടം എടുത്തോ എന്നും വെച്ച് അമ്മാതിരി തള്ളൊന്നും വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ക്യാമറ വർക്ക്, സ്ക്രീൻ പ്ലേ എല്ലാം വലിയ മോശമല്ല, എന്നാ വലിയ സംഭവമല്ലാതെ ഒരു ഇടനില ടൈപ്പിലങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കയറി കാണാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. വേറെ പടങ്ങളൊന്നും ഇതിന്റെ കൂടെ ഒന്നും ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ പടം ഓടി കാശ് പിടിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നിയത് ഇതിന്റെ സെക്കൻഡ് ഹാഫ് വരുമ്പോ കുറച്ച് ലാഗ് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് തോന്നും ഇത് എന്തിനാണ് ഇത്രയും ചവറ് പോലെ കുറെ സീനുകളും കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, പെട്ടെന്ന് കഥ അവസാനിപ്പിച്ചാൽ പോരെ, അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും. അത് കഥ കുറച്ച് മോശമായത് കൊണ്ടൊക്കെയാണ്. പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ കോമഡിക്ക് അവതരിപ്പിക്കുന്ന അഖിൽ NRD എന്നൊരു ആളുണ്ട്. ആളെയൊക്കെ എന്തിനു വിളിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വശത്ത് ഒരുപാട് അഭിനയശേഷിയുള്ള കുറെ ആൾക്കാർ ചാൻസ് ചോദിച്ചും തെന്നിച്ചും നിറിയിട്ടും ഒക്കെ അവിടെ നിൽക്കുന്നു. വേറൊരു ഭാഗത്ത് കോമാളിത്തരം കാണിക്കുന്ന കുറച്ച് ആൾക്കാരെ എടുത്ത് പുഷ്പം പോലെ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്ന് റീച്ചൊക്കെ ആക്കുന്നു. ചിലപ്പോൾ സിനിമയുടെ പ്രൊമോഷന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കാം, അത് നമുക്കറിയാമല്ല, അതൊക്കെ അവരുടെ കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടും ഫാമിലി പ്രേക്ഷകർക്ക് 2.5 മണിക്കൂർ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കും ആശകൾ 1000.